PYQ എന്താണെന്ന് പറയാൻ പറ്റുമോ? അതായത് താഴെ പറയുന്നതിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണെന്ന് ഇവിടെ പഠിച്ചു വെച്ചാലാണ് അതിലല്ലാത്തത് ആരെയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ലേണിംഗ് മസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര മാർക്ക് കിട്ടും? ഏകദേശം ഇത് രണ്ടിനോട് ഒരു ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ക്ലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 8 മാർക്ക് 8-10 മാർക്കിന്റെ അടുത്ത് നമുക്ക് അവിടെ. അപ്പൊ ഇന്ന് ഞങ്ങൾ മെയിൻലി 3 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഓപ്ഷൻ. നന്നായി പഠിക്കുക. ഹായ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഇന്നത്തെ വീഡിയോ കേറ്ററ്റ് പുതുതായിട്ട് ഒരുപാട് പേർക്ക് കേറ്ററ്റ് ആശങ്കകളാണ് അല്ലേ? അതിൽ സർവീസിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചു. അപ്പം സർവീസിലിരിക്കുന്നവർ ഇനി എങ്ങനെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു കേറ്ററ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളത്, ടീച്ചേഴ്സൊക്കെ ഏകദേശം ഒരു വിഷമഘട്ടത്തിലാണ് ഇല്ലേ? പലർക്കും നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പഠിക്കണോ വേണോ വേണ്ടായോ, അവര് ജയിക്കോ ഇല്ലയോ, ജയിച്ച അവരുടെ ഭാവി എന്താ, തോറ്റണി അവരുടെ ഭാവി എന്താകും, ക്വാളിഫൈ ആയില്ലെങ്കിൽ എന്നുള്ള ഭയങ്കര ടെൻഷനാണ്. അതോടൊപ്പം തന്നെ പലർക്കും ഇത് എഴുതാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഫസ്റ്റ് ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയം അവരൊക്കെയാണ് ആയിരിക്കും, കാരണം അവർ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ചധികം സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പൊ സൈക്കോളജി പോലുള്ള ഇത്, കാരണം അവര് അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചിരുന്ന സബ്ജക്റ്റാണ് ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ അവരത് പഠിക്കുന്നില്ല. തിയറീസ് ആയാലും കാര്യങ്ങളായാലും പഠിക്കുന്നില്ല. അതിലൊരു കാര്യം പറയാനുള്ള ജലിച്ചിരുന്നത്, അതായത് പല സബ്ജക്റ്റുകളും പഠിപ്പിക്കുക, 1 തൊട്ട് 4 വരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ 1 തൊട്ട് 7 വരെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരു കേറ്ററ്റ് എക്സാംസിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കണ്ടന്റ് വളരെ കുറച്ച് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാം അവർ പുറത്തുനിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അവരുടെ കോൺഫിഡൻസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SCRT ടെക്സ്റ്റുകൾ ഇപ്പൊ ന്യൂലി പുതിയതായിട്ട് മാറി വന്നിരിക്കുന്ന അത് പഠിച്ചെടുക്കണം. അങ്ങനെ കുറെ ഇഷ്യൂസുകൾ അവിടെ. അതിലും അത് നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാഠഭാഗമാണെങ്കിലും SCRTയുടെ മാറ്റം ഒരു കാര്യമാണ്. പിന്നെ പലർക്കും എനിക്ക് മനസ്സിലായത് ഇത് എഴുതാൻ പോലും ഒരു ഇഷ്ടമല്ല. പലരും വിമുഖത കാണിക്കുന്നു വേറെ ഒരു രീതിയിൽ. അതായത് ഈ ഒരു കണ്ടന്റ് ഒന്നും പുറത്തുനിന്ന് കിട്ടില്ല എന്നും, അല്ലെങ്കിൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫെയിലോ മാത്രം മേടിച്ച് വെച്ചത് പാസ്സാവില്ലെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും പഠിക്കാൻ സമയമില്ല, പല കാരണങ്ങൾ കണ്ടെത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ആയില്ലേ, ഇനി ഞാൻ എങ്ങനെ ഒരാളുടെ മുന്നിൽ പോയി പഠിക്കുന്നത്, അതൊക്കെ അങ്ങനെ ഒരു ഫിയർ പോയിന്റ് ആണ്. ഞാൻ ഇത്രയും വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് പറയുന്നു, ടീച്ചേഴ്സ് ചിലപ്പം നിങ്ങളൊക്കെ ഞങ്ങളെക്കാളും മുതിർന്നവരായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ വർഷം സീനിയർ ആയിട്ടുള്ള അധ്യാപകരായിരിക്കാം. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി അതല്ല ടീച്ചേഴ്സിൻ്റെ ഫാമിലിയാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ അവർക്ക് ടെക്നിക്കലി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇതൊക്കെ എല്ലാത്തിൻ്റെയും, ഇപ്പോൾ പഴയ ഒരു സെൻറ്ററിൽ പോയി നിങ്ങൾക്കിത് പഠിച്ച് തീർക്കാൻ പറ്റില്ല. ഇത്രയും വിഷയങ്ങളുണ്ട്, 150 മാർക്കിൻ്റെ പരീക്ഷകൾ. അപ്പോൾ അതിന് അവർക്ക് എന്താണോ ഏറ്റവും നന്നായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ടെക്നിക്കലി ചിലപ്പം അവർക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അത് 1-2 തവണ യൂസ്ഡ് ഇതായിട്ടുണ്ടെങ്കിൽ അത് നോർമലാകും. അത് പഠിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ചൊരു കൂട്ടമായിട്ട് പഠിച്ചു പോകുക, അങ്ങനെയൊക്കെയാണ് പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് തീരത്തില്ല. കാരണം സെപ്പറേറ്റ് ഇരുന്ന് മാത്സ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ EVS ചെയ്ത് നോക്കി, അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചെടുത്ത് ഒരു 6-7 മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ച് കയറി വരാൻ പറ്റത്തുള്ളൂ. എല്ലാ ടീച്ചേഴ്സും ചിലപ്പം ഒരുമിച്ച് അത് കഴിയും ഒരു 2 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ 3 മണിക്കൂർ അങ്ങനെ പഠിക്കുക. അതുകൊണ്ട് മാത്രം തീരുന്നതല്ല കേറ്ററ്റ്. ഞാൻ ഈ റിയാലിറ്റിയാണ് ഇന്നത്തെ പറയുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പം എനിക്ക് ഇങ്ങനെ എന്താ പറയുന്നതെന്ന് തോന്നായിരിക്കാം, പക്ഷേ ശരിക്കും ഇത് സെപ്പറേറ്റ് ഇരുന്ന് ഒരുമിച്ച് പഠിക്കേണ്ടതുണ്ടാക്കാം, അങ്ങനെ പഠിക്കാം. പക്ഷേ അതല്ലാതെയും നിങ്ങൾ മാത്സ് ചെയ്ത് നോക്കണം. EVS 10 ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ഓപ്ഷൻ ചെയ്ത് നോക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വളരെ കോൺഫിഡൻസോടെ ഹോളിൽ കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചറിന് ഇപ്പോൾ മലയാളം അറിയായിരിക്കും, എനിക്ക് ഇംഗ്ലീഷ് ആയിരിക്കും അറിയാവുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ഇതിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ചിലപ്പം ഇയാൾ മലയാളം വളരെ വേഗത്തിൽ വായിച്ചു പോകും, ഞാൻ അത്രയും സ്പീഡിൽ പഠിച്ചെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇല്ലേ? അപ്പം സൈക്കോളജിയുടെ കേസ് പിന്നെ ഇതൊന്നുമല്ല. വർഷങ്ങളായിട്ട് സൈക്കോളജി അറിയാത്ത ആൾക്കാർ തന്നെയാണ്. കാരണം സൈക്കോളജിയുടെ തിയറീസ് എല്ലാം മറന്നു പോയിട്ടുണ്ടാകും. നമ്മൾ ഫ്രഷ് ആയിട്ട് സൈക്കോളജി പഠിക്കുന്ന പോലെ, സൈക്കോളജി ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് ആ ടെക്സ്റ്റ് കാണുന്ന പോലെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് തിയറീസ് കാണുന്ന പോലെയാ തോന്നുക കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ. കാരണം നമ്മളത് യൂസ് ചെയ്യുന്നില്ല.
അതിന്റെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ അതുകൂടാതെ എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലാണ് മിക്ക ക്വസ്റ്റ്യൻസുകളും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ കൂടിയും അത് വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചാൽ കൂടിയും ക്വസ്റ്റ്യൻസ് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവില്ല ഏതാണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവിയല് പരുവമായിട്ടാണ് ഇപ്പോഴിരിക്കുന്നതെങ്കിൽ ഓരോരോ സബ്ജക്റ്റിലും എന്തെന്ത് പഠിക്കണം എന്നും എങ്ങനെ പഠിക്കണമെന്നുമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിലൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞത്. ഒരു കാരണവശാലും പിന്നെ ആദ്യം മനസ്സിലാക്കുക, ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ യൂട്യൂബിലല്ല ക്ലാസ് പോസ്റ്റ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ പെയ്ഡ് ക്ലാസ്സുകൾ തന്നെയാണ്. പെയ്ഡ് ക്ലാസ്സുകൾ എൻ്റയർ സബ്ജക്റ്റിന് ക്ലാസ്സുകൾ ഉണ്ടാകും, അതിന് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാകും. ഓരോ ദിവസവും നിങ്ങൾക്കൊരു ക്യാപ്സൂൾ ഫോർമാറ്റിലേക്ക് ഉറപ്പായിട്ടും പ്രീവിയസ്ലി ചോദിച്ച ഓരോ പോർഷനെ ബേസ് ചെയ്ത് 25 ചോദ്യങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ആ ചോദ്യങ്ങൾ പഠിച്ചാൽ പോലും അടുത്തുള്ള 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യത്തെ ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് പറയുകയാണ് സൈക്കോളജി ഷുവർ ഷോർട്ട് ഏരിയാസ് എന്തൊക്കെയാണ്. സൈക്കോളജി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിന്റെ സിലബസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. 1-2 തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം ഏത് ഏരിയ ആണെന്ന് കൂടുതൽ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാകും. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഏരിയ ആണ്. അതായത് ബിഹേവിയറിസം, കൊഗ്നിറ്റീവിസം, ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്തൊക്കെയാണ് എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതുകൂടാതെ അതിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ, വക്താക്കൾ ആരൊക്കെ എന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സൈക്കോളജി എന്താണ് എന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിൽ നിന്ന് പഠിക്കേണ്ട ഹെഡിങ് മാത്രം പറയുകയാണെങ്കിൽ ഉപജ്ഞാതാക്കള്, അവരുടെ സിദ്ധാന്തങ്ങള്, വക്താക്കള്, ഇതൊക്കെ അവിടെ പഠിച്ചു വെക്കേണ്ടത്. പേരുകളും അവരുടെ സിദ്ധാന്തങ്ങളും മാത്രം പഠിച്ചു. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് 1 മാർക്കിന്റെ ചോദ്യം ചോദിക്കും. റീസെന്റ് കഴിഞ്ഞ ഇതിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വൈക്കും എന്താണെന്ന് പറയാൻ പറ്റുമോ? അതായത് താഴെ പറയുന്നതിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാ ചോദിച്ചിരുന്നത്. അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണെന്ന് ഇവിടെ പഠിച്ചു വെച്ചാലാണ് അതിലല്ലാത്തത് ആരെയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയല്ലോ എന്താണ് അതിന്റെ PYQ എന്ന് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞ് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏരിയ എന്ന് മനസ്സിലാകും. ഓക്കെ, അടുത്ത പോർഷൻ എന്താണ്? ദെൻ നെക്സ്റ്റ് വരുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി. അതിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമ്മൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും അറിയാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അനഡോട്ടൽ റെക്കോർഡ്സ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, അതുകൂടാതെ ഇന്റർവ്യൂ, അതുകൂടാതെ പരീക്ഷണം, നിരീക്ഷണം എന്നുള്ള കുറച്ചധികം ഏരിയാസ് ആണ്. പിന്നെ ആക്ഷൻ റിസർച്ച്. ഇതിൽ നിന്നും നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല അവിടെ ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനഡോട്ടൽ റെക്കോർഡ്സ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, അതൊക്കെയാണ് മാറി മാറി ഇങ്ങനെ ക്രിയാ ഗവേഷണം, അതൊക്കെയാണ് മാറി മാറി സോഷ്യോമെട്രി, ഇതൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കും. അത് പഠിക്കാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര സമയം വേണമായിരിക്കും? അത് പഠിക്കാനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം നമുക്ക് അവിടെ പഠിച്ചു കഴിയാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത് ടീച്ചേഴ്സ്, നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി, പഠിക്കാൻ വേണ്ടി ഇരിക്കുക. വെറുതെ എവിടുന്നെങ്കിലും കുറച്ച് റിസോഴ്സിൽ നിന്ന് കുറച്ച് കണ്ടന്റ് കിട്ടി നമ്മൾ പഠിച്ചെടുക്കരുത്. ഇതേപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച ആർക്കും കേട്ടിട്ട് പാസ്സാകാം. ഉള്ള ജോലി നമുക്ക് നഷ്ടപ്പെടില്ല, നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. മൂന്നാമത്തെ പോർഷൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇത്തിരി ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണെന്ന് പഠിക്കും. അതിൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഡെവലപ്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അതും മിക്കവാറും ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കുന്നത്. അതുകൂടാതെ പിന്നെ ഡെവലപ്മെന്റൽ തിയറീസുകളാണ് ചോദിക്കുന്നത്. അത് ഷുവർ ഷോർട്ട് ഷുവർ ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ നമ്മൾ കുറച്ചധികം ഡെവലപ്മെന്റ് തിയറീസുകൾ പഠിക്കണം. അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവിടെ നമുക്ക് മെയിൻ ആയിട്ട് അവിടെ തിയറീസുകൾ ഉണ്ട്. അതായത് പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് സൈക്കോളജി ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളാണ് ഈ പിയാഷെ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചങ്ങാതി പിയാഷെ എന്ന് പറയുന്ന ആള് ഒരു കുമ്പിടി പോലെയാണ്. എല്ലായിടത്തും ഉണ്ട് പിയാഷെ, ഇവിടെയും കാണും അവിടെയും അവിടെയൊക്കെ കാണും. അപ്പൊ ആ തിയറീസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ചെടുത്ത് പഠിച്ചാലാണ് ഇന്ന ഏരിയ. അത് എന്റെ ചോദ്യം. സാധാരണ ടീച്ചേഴ്സ് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു, ഇതൊക്കെ മറന്നു പോകുന്നു. അപ്പൊ അതെങ്ങനെയാ അവിടെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കോഡ് രീതിയിലാണ്. ഇപ്പോൾ പിയാഷെയുടെ തിയറി 4 സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ നമ്മളൊരു കോഡ് കൊടുക്കും, SPCF എന്ന് പറഞ്ഞു. അപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, അതുകൂടാതെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, അതിന്റെ ഓരോരോ പ്രത്യേകതകൾ. അതും ഇതുപോലെ രസകരമായിട്ട് ഉദാഹരണങ്ങളിലൂടെ ഇപ്പൊ നമ്മുടെ ഇവിടെ പഠിക്കുന്നത് അവിടെ തെറ്റില്ല. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് പഠിക്കുകയാണെങ്കിൽ
പ്രായമായി തന്നെ പഠിക്കും. 0 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ നമ്മുടെ കുഞ്ഞു കുട്ടികളൊന്നും ഓർത്താൽ മതി. അതുകൂടാതെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അനിമിസം എന്താണെന്ന് പഠിക്കും. അപ്പൊ മിക്കവാറും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കുക. അതായത് തന്റെ പാവയോട് കുട്ടി കളിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഇത് പിയാഷയുടെ ഏത് സ്റ്റേജിലാണ്, എന്താ പ്രത്യേകത, ഇന്നിങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ കുട്ടികൾക്ക് കുറെ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കുട്ടികൾ അത് ഓർത്തു വെക്കും. ഓക്കെ, തെറ്റില്ല ഇത് കേട്ടോ, ഇല്ലേ? തെറ്റില്ല. അനിമിസം എന്താണ് എന്ന് കറക്റ്റ് ആയിട്ട് നമ്മളവിടെ ഒന്നിലധികം എക്സാമ്പിൾ നമ്മളവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അതിനകത്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഈ ഏരിയ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് 1 മാർക്ക് അല്ലല്ലോ ചോദിക്കുന്നത്. 1 മാർക്കല്ല, കഴിഞ്ഞ തവണ ഒരു 3 മാർക്ക് K1 ഓർ K2 എന്നാണ്, K1ലാണ് അതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ചോദിച്ചു. എത്ര മാർക്കാണ് മാക്സിമം കണ്ടിട്ടുള്ളത്? മാക്സിമം പിയാഷയുടെ 1 മാർക്കാണ് കണ്ടിരിക്കുന്നത്. 5 മാർക്ക് വരെയൊക്കെ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആ ഒറ്റ ഏരിയയിൽ തന്നെ 5 മാർക്ക് വരെ, 4 or 5 മാർക്ക് വരെ പോകുന്നതായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ മോറൽ ഡെവലപ്മെന്റ്, ഓൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ്, എറിക്സന്റെ തിയറി, സോഷ്യൽ ഡെവലപ്മെന്റ്, പിന്നെ അത് കൂടാതെ നോം ചോംസ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതൊക്കെയാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. പിന്നെ ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെന്റ്. ഈ ഒരു പോർഷൻ എത്ര മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റും? ഈ ഒരു ടോട്ടൽ തിയറീസും എല്ലാം കൂടെ. ഈ ഒരു ടോട്ടൽ തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ഏറ്റവും വലിയ ഏരിയ ആണ്. ഇച്ചിരി ഡിഫിക്കൽറ്റീസ് അവിടെ നേരിടും അവിടെ. കാരണം ഇപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പിയാഷയുടെ മാത്രമല്ല, ബ്രൂണറിന്റെ തിയറി പഠിക്കണം. മോറൽ ഡെവലപ്മെന്റ് ഇതുപോലെ തന്നെ നമുക്ക് കോൾബർഗിന്റെ തിയറി ഉണ്ട്, പിയാഷയുടെ തിയറി ഉണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതുപോലെ തന്നെ നോം ചോംസ്കി ഉണ്ട്, സ്കിന്നർ ഉണ്ട്, വൈഗോട്സ്കി ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം ആളുകളുണ്ട്, അവരുടെ തിയറീസുകൾ അവിടെ പഠിക്കും. ഇവിടെ കുറേ പേർക്ക് ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ പോകുന്ന ഒരു ഏരിയ ആണിത്. അപ്പൊ അതിങ്ങനെ തരം തിരിച്ച് തന്നെ കോഡുകളൊക്കെ വെച്ച് തന്നെ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റത്തില്ല. അത് ആദ്യം പഠിച്ചെടുക്കുകയാണെങ്കിൽ 5 മാർക്ക് അവിടെ കിട്ടും അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ 2 മണിക്കൂർ ആദ്യത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി എടുത്ത് ഇത് ഏകദേശം ഒരു 4 ദിവസം കൊണ്ട് ഈ പോർഷൻസ് തീർക്കാൻ പറ്റത്തില്ലേ? തീർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ തിയറീസുകൾ പഠിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടല്ല. കാരണം ഇത് മാറിപ്പോകും, അതിന്റെ ടേംസുകൾ മാറിപ്പോകും എന്ന് പറയുന്ന പല ആളുകളും ഉണ്ട്. അപ്പൊ ഇത് നമ്മള് ഒരു 2 ദിവസം കൊണ്ട് നമുക്കിത് കറക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ബാക്കി റിവിഷൻ കൊടുത്ത്, അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് 150 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? 150 മാർക്കിന് നമ്മൾ ദിവസേന നമ്മളൊരു മിനിമം 3 മാർക്കോ അല്ലെങ്കിൽ മോർ എത്രയായിരിക്കണം? 50 ദിവസം ഉണ്ടെങ്കിൽ മാത്രമാണ് മിനിമം 3 മാർക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ മിനിമം 3 മാർക്സ് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ രീതിയിൽ നമ്മൾ പഠിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ സൈക്കോളജിയുടെ ഒരു പോർഷൻ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വേറെ എന്ത് ചെയ്യും? പദശുദ്ധി അല്ലെങ്കിൽ പഴഞ്ചൊല്ല് എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് കൂടെ അവിടെ ആഡ് ഓൺ ചെയ്യും. അപ്പോൾ അതെന്തായിരിക്കും? അവർക്ക് ആ മാർക്ക് സ്കോർ ചെയ്ത് വരും. തനിയെ പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല പഠിക്കുന്നത്. ഒരു ദിവസം മലയാളം എടുത്തു, മലയാളം കുറച്ച് ദിവസം വായിച്ച് നോക്കി, അതിൽ മലയാളം ഒന്നും നമ്മൾ നോക്കാതെ തന്നെയായിരിക്കും പരീക്ഷാ ഹാളിലേക്ക് തന്നെ പോകുന്നവർ ചെയ്യാറുള്ളത്. എപ്പോഴും ഹോളിൽ എത്തിയിട്ടാണ് മലയാളം, ഇംഗ്ലീഷ്, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. കുറച്ച് സൈക്കോളജി കേൾക്കും, ബാക്കി കുറച്ച് PYQs കണ്ടിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മൾ പാസ്സാവില്ല. ഡെയിലി നിങ്ങൾ പാസ്സാവണമെങ്കിൽ 3 മാർക്ക് മിനിമം നമ്മൾ സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി അടുത്ത പോർഷൻസ് എന്താണ്? നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് എന്ന് പറയുന്ന സെക്ഷനാണ്. എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു സെക്ഷനാണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്ന ഒരു ഏരിയ. അതിനകത്ത് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ലേണിംഗ് തിയറീസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 3 തിയറീസ് പഠിക്കുന്നത്. അതിന്റെ അകത്ത് ഗസ്റ്റാൾട്ട് ലോസ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ഫീൽഡ് തിയറി അത് പഠിക്കും. അത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഗസ്റ്റാൾട്ട് സമഗ്രതാവാദം അല്ലെങ്കിൽ സമഗ്രതാ സിദ്ധാന്തം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും അതിൽ നിന്ന്. പിന്നെ വരുന്നത് ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി ആണ്. അതില് സ്കിന്നറുടെയും പാവലോവ് അതുപോലെ തന്നെ തൊണ്ടേക്ക് ഇങ്ങനെ 3 പേരുടെ തിയറീസ് അവിടെ പഠിക്കുന്നത്. ഇത് എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. അതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ അടുത്ത ഇമ്പോർട്ടന്റ് ഏരിയ ലേണിംഗ് ആണ്. ലേണിംഗ് തിയറീസ് ആണ്. ലേണിംഗ് തിയറീസ് ഇതും മാർക്കുകൾ എപ്പോഴും ചോദിക്കും. പിന്നെ അതുകൂടാതെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് ഉണ്ട്. അവിടെ നമ്മൾ ഒത്തിരി അധികം ആളുകളെ പഠിക്കും. ഒത്തിരി അധികം സൈക്കോളജിസ്റ്റുകളുടെ തിയറീസ് പഠിക്കും. വൈഗോട്സ്കി, ഇവിടെയും പിയാഷേനെ പഠിക്കും. അതുകൂടാതെ ബ്രൂണറിനെ പഠിക്കും. അതുകൂടാതെ അസുബല്, ബോബോഡോൾ എക്സ്പെരിമെന്റ്, ആൽബർട്ട് ബന്ദ്രയുടെ തിയറി, ഇതെല്ലാം നമ്മളവിടെ പഠിച്ചു പോകണം. അതിൽ നിന്നൊക്കെ 1-2 മാർക്ക് വെച്ചിട്ട് ഓരോ ആളുകളുടെ തിയറി, ഗാഗനയുടെ തിയറി ചോദിക്കും. അഡ്വാൻസ് ഓർഗനൈസർ, അതൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ തിയറീസ് ലേണിംഗ് എന്തായാലും അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ്.
ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ലേണിംഗ് മസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര മാർക്ക് കിട്ടും? ഇത് രണ്ടിനോട് ഒരു ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ക്ലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 8 മാർക്ക് 10 മാർക്കിന്റെ അടുത്ത് നമുക്ക് അവിടെ രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ മാക്സിമം 10 മാർക്കിൽ വരെ ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് ഈ ഒരൊറ്റ പോയിന്റ് അറിഞ്ഞാൽ മതി. എങ്ങനെ പഠിക്കണം, വാരി വലിച്ച് പഠിക്കാതെ ഇതിനെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ 2 ഏരിയ പഠിച്ചാൽ 10 മാർക്ക് കിട്ടുമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 30 മാർക്കല്ലേ ഉള്ളത്, ബാക്കി 20 മാർക്കിന് ബാക്കി എല്ലാം കൂടെ പഠിച്ചെടുത്താൽ മതി അല്ലേ? അതുകൂടാതെ പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ്, എക്സെപ്ഷണൽ ചിൽഡ്രൻ, ഫോർഗെറ്റിംഗ്, മെമ്മറി, ഇങ്ങനെ കുറച്ചധികം ക്രിയേറ്റിവിറ്റി, അങ്ങനെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസുകൾ ബാക്കിയുണ്ട്. പിന്നെ പെഡഗോജിക്ക് ഇവാലുവേഷൻ, അസസ്മെന്റ്, ഗ്രേഡിങ് അതൊക്കെ ചോദിക്കും. പിന്നെ PWD ആക്ട്, അങ്ങനെ കുറച്ചധികം ഏരിയാസ് ബാക്കി കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ. അപ്പൊ എങ്ങനെ ഈ ഒരു ഈ ഷുവർ ഷോർട്ട് ഏരിയാസ് പറഞ്ഞപ്പോൾ ഈ സൈക്കോളജി എല്ലാം കൂടെ ഒരു 30 ദിവസം ഉണ്ടെങ്കിൽ 30 ക്ലാസ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ തീർക്കാറുണ്ടോ? ഈസി ആയിട്ട് നമുക്ക് തീർക്കാനായിട്ട് പറ്റും. അതിലെന്തൊക്കെയാണ് ഇതുപോലെ ക്ലാസ്സുകൾ, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ്? ഇതിപ്പോ സ്റ്റഡി മെറ്റീരിയൽസ് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമുക്കറിയാം ഒരു റാങ്ക് ഫയൽ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരു ലിമിറ്റഡ് ആണ്. അതായത് ഇത്ര വർഷം തൊട്ട് ഇത്ര വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഒത്തിരി വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മള് എല്ലാ ക്വസ്റ്റ്യൻസുകളും തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓരോ വർഷം കഴിയുന്തോറും അതിന്റെ ക്വസ്റ്റ്യൻസിൽ വരുന്ന മാറ്റങ്ങള് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി അതുപോലെ തന്നെയാണ് മലയാളം എന്ന് പറയുന്നത്. മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഗദ്യം പദ്യം. ഈ ഗദ്യം പദ്യം പഠിച്ചാൽ തന്നെ നമുക്ക് ഇത് കിട്ടും, 10 മാർക്ക് കിട്ടും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാർക്കിനും ചോദിക്കുന്നത് പെഡഗോജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ പെഡഗോജിക്ക് ഇവിടെയും, അതായത് ഇവിടെ ഒരു ഏകദേശം ലേണിംഗും ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഭാഷയൊക്കെ പഠിച്ചു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അത്യാവശ്യം അതായത് സൈക്കോളജി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മലയാളത്തിലും ഉപകാരപ്പെടും, അതെ, ഇംഗ്ലീഷിലും ഉപകാരപ്പെടും. ഇപ്പൊ K2 എഴുതുന്നവർക്ക് അവരുടെ സയൻസ് ഒക്കെ ഉപകാരപ്പെടും. പെഡഗോജി പോർഷൻ നന്നായി സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് ഇവിടെ കിട്ടും. ഇനിയും അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലികൾ, നോൺ ഗ്രാമർ പോർഷൻസിൽ കുറച്ച് പോർഷൻസും ഗ്രാമർ പോർഷൻ കൂടിയായിരിക്കും ചേർക്കുന്നത്. അതായത് ബോധനശാസ്ത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ശൈലികളുണ്ട്. ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, സന്ധി, സമാസം, തദ്ധിതം, വാക്യശുദ്ധി, പിന്നെ സമാന താളം കണ്ടെത്തുക, തൂലികാനാമം, ചിഹ്നങ്ങൾ, വൃത്തം, അലങ്കാരം, പദശുദ്ധി, ഒറ്റപ്പദം, പര്യായം. ഇത്രയും പോർഷൻസ് ആണ് ആ 10 മാർക്കിൽ പല തവണകളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പം ഈ ഏരിയാസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗദ്യം പദ്യം എന്തായാലും ഒഴിവാക്കരുത്. അത് മോർ എക്സസൈസ് ചെയ്യുക. അടുത്തത് എന്താണ്? ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ട PYQs കൃത്യമായി നോക്കുക, അത് മനസ്സിലാക്കി പഠിക്കുക. ദെൻ ഗ്രാമർ പോർഷനിലോട്ട് വരുമ്പം പ്രയാസമുള്ള ഗ്രാമറും ഉണ്ടാകും, എളുപ്പമുള്ള ഗ്രാമറും ഉണ്ടാകും. അതിനെ ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പം ആഡ് ചെയ്യാൻ പറ്റും. ഗ്രാമറിനോടൊപ്പം തന്നെ നോൺ ഗ്രാമറും പഠിക്കുക. ഇതാണ് മലയാളത്തിലെ 30 മാർക്കിലെ 27 മാർക്കും നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ട് കിട്ടും ഈ ഒരു രീതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ. കാരണം മലയാളവും ഇംഗ്ലീഷും മാർക്ക് കൂടിയാൽ പാസ്സാകും. കാരണം അതിൻ്റെ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിഷയത്തിന് ഒരു 25 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ടോട്ടൽ മാർക്ക് 50-ന് അപ്പുറത്തേക്ക് ഉയരും. ആ 50-നും അപ്പുറത്തേക്ക് ഉയർന്നെങ്കിൽ മാത്രമാണ് ബാക്കി സൈക്കോളജിയും ഒക്കെ രക്ഷിച്ച് EVSും കുറച്ച് കണക്കും ഒക്കെ ചെയ്ത് നമുക്ക് പാസ്സാകാൻ സാധിക്കുള്ളൂ. അല്ലാതെ കണക്കിലെ മാർക്കോ മാത്രം കൊണ്ടുവന്നോ അല്ലെങ്കിൽ സൈക്കോളജി മാത്രം മാർക്ക് കൊണ്ടുവന്നോ ലാംഗ്വേജ് പഠിക്കാതെ നമ്മൾ പാസ്സാവില്ല. ഇനി ഇംഗ്ലീഷ് പഠിക്കുമ്പം ഇതുപോലെ തന്നെയാണ്. നമുക്ക് പാസേജ് റീഡിംഗ് ഉണ്ട്, അത് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞതുപോലെ തന്നെ. പിന്നെ എന്തൊക്കെയാണ്? ഇതേപോലെ തന്നെ ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, പ്രിപ്പോസിഷൻ, ടെൻസസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചസ് ഉണ്ട്. അടുത്തത് പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ഉണ്ട്, ഫ്രേസൽ വെർബ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഉണ്ട്, യൂസേജസ്, ഫിഗർ ഓഫ് സ്പീച്ച്. ഇങ്ങനെ ഏരിയാസ് തരം തിരിച്ചിട്ടുണ്ട്. ഈ ഏരിയാസ് ഒക്കെയും ഇംഗ്ലീഷിന് വളരെ സിമ്പിളായിട്ട്, ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഞങ്ങൾ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉറപ്പായിട്ടും മാർക്ക് നേടാൻ പറ്റും. അതാണ് നമ്മളൊരു സിലബസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സിലബസ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മെയിൻലി 3 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. കേറ്ററ്റിന് കാറ്റഗറി 1-ന് ഉപകാരപ്രദമാകുന്ന, ടീച്ചേഴ്സ് ഈ രീതിയിൽ പഠിച്ചാൽ മിനിമം സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്നെ ഫോളോ ചെയ്യുക
അല്ലേ? ഇനിയപ്പോൾ നമുക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക്, ഞങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് എത്തണമെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എത്താം. എത്ര വർഷത്തിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും പഠിക്കാം. നിങ്ങളൊന്ന് ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ മാത്രം മതി ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കണക്ട് ചെയ്തോളൂ. ഈ ഒരു വിധികളിലോ ഒന്നും നിങ്ങൾ തളരണ്ട. കാരണം ഇതൊക്കെ പെൻഷനെയും മറ്റുള്ള കാര്യങ്ങളെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഓപ്ഷൻ. നന്നായി പഠിക്കുക, CCയോടൊപ്പം പഠിക്കുക.